നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് കാറോ എന്തെങ്കിലും വാഹനം ഓടിച്ചു പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ബ്ലോക്കോ ഓപ്പോസിറ്റ് വണ്ടികളോ ഒക്കെ വരുമ്പോൾ ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആള് വളരെയധികം മോശമായിട്ട് പറ്റുന്നതൊക്കെ അത്രയും അവിടെ ഇരുന്ന കാറിലിരുന്ന് പറയാത്തതൊന്നും ഉണ്ടാവില്ല, എല്ലാം പറയും. വളരെ ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഈ ദേഷ്യം അത് ആ കാറിനുള്ളിൽ മാത്രമല്ല, ആ മനുഷ്യനിൽ പൊതുവെ പല സ്ഥലത്തും അദ്ദേഹം ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യത്തിനെ നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്കായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ദേഷ്യം എന്നിൽ വരുന്ന ഈ ദേഷ്യത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. തീർച്ചയായിട്ടും നമ്മളിൽ ആങ്കർ ഉണ്ടാക്കാനുള്ള കാരണം നമ്മളല്ല, പുറമേ ഉള്ള ഒരു സാഹചര്യമാണ്, ഒരിക്കലും നമ്മളല്ല. സോ വെളിയിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വെളിയിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നു, വെളിയിൽ സംഭവിക്കുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ ദേഷ്യത്തിലോട്ട് പോകുന്നത്. പക്ഷെ ആ വെളിയിൽ നടക്കുന്ന കാര്യത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിലും അല്ല. ഒരൊറ്റ രീതിയിൽ ഇതിനെ ഒന്ന് തിങ്ക് ചെയ്താൽ മതി, എൻ്റെ കയ്യിലുള്ള കാര്യമല്ല ഞാൻ ദേഷ്യപ്പെടാൻ കാരണം. അടുത്തത്, ഈ കാരണത്തിന് എനിക്ക് പോയി മാറ്റാൻ പറ്റുമോ? എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം ട്രാഫിക് ബ്ലോക്കാണ്, എനിക്ക് അവിടെ നിന്ന് ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നത് എൻ്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. എൻ്റെ സോഴ്സ് അല്ലാത്തൊരു കാര്യത്തിനെ പിന്നെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൽ എനിക്ക് മാറാൻ പറ്റുന്നത് എന്താണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എനിക്ക് അടുത്ത പ്രാവശ്യം ഈ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് വേറൊരു രീതിയിൽ ബിഹേവ് ചെയ്യാം. ആ ബിഹേവിയർ എങ്ങനെയായിരിക്കണം? ശാന്തമായിട്ടിരിക്കാം, അല്ലെങ്കിൽ സമയം കഴിയട്ടെ, കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് ചിന്തിക്കാം. ഇതിലോട്ട് മനസ്സിനധികം കൊണ്ടുപോകാതിരിക്കാം. അതുമല്ലെങ്കിൽ എനിക്ക് ഈ സ്ഥലത്തുനിന്ന്, ദേഷ്യം ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാം, അവോയ്ഡ് ചെയ്യാം. സോ ഈ രണ്ട് മെത്തേഡാണ്. ഒന്നെങ്കിൽ എനിക്ക് ആ ദേഷ്യത്തിനെ എനിക്ക് വേറൊരു ആംഗിൾ ചിന്തിക്കാം, അത് ദേഷ്യത്തിൻ്റെ കാരണത്തിനെ, അതല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ കാരണത്തിനെ അവോയ്ഡ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം.